സാധനയിലെ ശ്രീവിദ്യ ഉപാസനയെ ഉപാസനാ കാണ്ഡത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ഭാഗം നോട്ടുണ്ടെങ്കിൽ ബേസിക്കായിട്ട് അത് വെച്ചുകൊണ്ട് തന്നെ അങ്ങ് പറയാം. അതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ എനിക്ക് ആ ക്ലാസ് എടുക്കണ്ടല്ലോ. പകലാ ഭാഗം ഒഴിവാക്കുകയും ചെയ്യാം. ഞാൻ ആ ഭാഗം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥത്തെ ഉദ്ദേശിച്ചാണോ? ഏതെങ്കിലും ഗ്രന്ഥത്തെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. തന്ത്ര സാധനയിൽ വളരെയധികം സാങ്കേതിക ശബ്ദങ്ങളുണ്ട്. ആ സാങ്കേതിക ശബ്ദങ്ങൾ നിങ്ങൾ അടുക്കോടെ പഠിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് അവ്യക്തം, ആവൃത്തി, ആവീര, ആവരണദേവത, ഇങ്ങനെയൊക്കെ ഒട്ടേറെ സാങ്കേതിക ശബ്ദങ്ങളുണ്ട്. പ്രകൃതി, മായ എന്നൊക്കെ പറയുന്നതിനാണ് അവ്യക്തം എന്ന് പറയുന്നത്. ആവരണത്തിനാണ് ആവൃത്തി എന്ന് പറയുന്നത്. താന്ത്രിക സാധനയിലെ പ്രവേശാർത്ഥിയുടെ പരിശീലനാവസ്ഥയ്ക്കാണ് ആവീരാവസ്ഥ എന്ന് പറയുന്നത്. അതുതന്നെ ആരംഭ, താരുണ, യൗവന, പ്രൗഢാവസ്ഥകളുണ്ട്. ഇതൊക്കെ കൽപ്പസൂത്രങ്ങളിൽ പറഞ്ഞു വരുന്നതാണ്. അതുപോലെ തന്നെ മോഹത്തിന് അവിദ്യ എന്നും പറയും. അതിൽ ആവരണദേവത, ഇതിനെ യോഗിനി എന്നും പറയും. ആ ആവരണദേവതയോട് ബന്ധപ്പെട്ടാണ് ശ്രീചക്രം. അത് ഐത്യ ഷോഡശികാർണവം സേതുബന്ധ ഭാഷ്യത്തിലാണ് നന്നായി വർണ്ണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നത് ഇതിനെക്കുറിച്ച് ശ്രീശങ്കരന്റെ ആനന്ദലഹരിയിലാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ആനന്ദലഹരിയെ അവലംബിക്കാമെന്ന് തോന്നുന്നു. കയ്യിലുണ്ടോ ആരുടെയെങ്കിലും കൈ പുസ്തകം? നോക്കിയുണ്ടാ മതി. ശ്ലോകമൊക്കെ നോക്കിയുണ്ടാ മതി. ആ സൗന്ദര്യലഹരി തന്നെ, അത് തന്നെ ആനന്ദലഹരി. കയ്യിൽ വെച്ചാൽ മതി, നോക്കിയുണ്ടാ മതി. നിങ്ങൾ ആ റെഫറൻസിന് ഉപയോഗിച്ചാൽ മതി. ഞാൻ പറയുന്ന ശ്ലോകമൊക്കെ അതിലുണ്ടാവുമോ എന്ന് നോക്കിയാൽ മതി. അതായത് യോഗിനിയെക്കുറിച്ച് 9 ചക്രങ്ങളിൽ അധ്യക്ഷയായ ദേവത, 5 ശക്തിചക്രങ്ങളും 4 ശിവചക്രങ്ങളും, അതില് ആദ്യത്തേവ ഊർധ്വമുഖങ്ങളും രണ്ടാമത്തത് അധോമുഖങ്ങളുമായ ഇതിനെയാണ് ശിവശക്തി സംയോഗം എന്ന് പറയുന്നത്. അത് ഐത്യ ഷോഡശികാർണവത്തില് സേതുബന്ധ ഭാഷ്യമാണ് ഏറ്റവും ഭംഗിയായി പറഞ്ഞിട്ടുള്ളത്. അതിനെ നല്ല ഭാഷയിലാണ് ലക്ഷ്മീധരൻ ആനന്ദലഹരിക്ക് വ്യാഖ്യാനം എഴുതിക്കൊണ്ട് പറയുന്നത്. മഹിം മൂലാധാരേ കമവി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശമുപരി. ഓരോ സ്ഥാനവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മനോഭിഭ്രൂമധ്യേ സകലമഭിഭിത്വാ കുലപഥം സഹസ്രാരേ പത്മേ
സഹരഹസി പത്യ വിഹരസേ, പതിയോടുകൂടി ലാസ്യതാണ്ഡവങ്ങളോടുകൂടി മഹാഭൈരവനും ഭൈരവിയും ക്രീഡിക്കുന്നതാണ് വർണ്ണിച്ചിട്ടുള്ളത്. അല്ലയോ ദേവി, അവിടുന്ന് മൂലാധാരത്തിൽ പൃഥ്വി തത്വത്തെയും മണിപൂരത്തിൽ ജലീയ തത്വത്തെയും സ്വാധിഷ്ഠാനത്തിൽ അഗ്നി തത്വത്തെയും അനാഹതത്തിൽ വായു തത്വത്തെയും അതിൻ്റെ മുകളിൽ വിശുദ്ധിയിൽ ആകാശ തത്വത്തെയും ഭ്രൂമധ്യത്തിലിരിക്കുന്ന ആജ്ഞാചക്രത്തിൽ മനസ്തത്വത്തെയും ഇപ്രകാരം സമസ്ത സുഷുപ്നാമാർഗവും ഭേദിച്ച് 6 ചക്രങ്ങളും ഭേദിച്ച് സഹസ്രാര പത്മത്തിൽ വിജനത്തിൽ പതിയായ ശിവനോടുകൂടി ക്രീഡിക്കുന്നു. ഈ സങ്കല്പത്തെയാണ് ചക്രഭേദം എന്ന് പറയുന്നത്. സുഷുപ്നാമാർഗത്തിൽ നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മനാഡി നേരത്തെ എടുത്ത ക്ലാസ്സിൽ അതിനെ ഏറ്റവും പ്രധാനമായി പറയും. അവിടെ വിജനമായ ആ സ്ഥലത്ത് മഹാഭൈരവൻ ഭൈരവിയോടുകൂടി ക്രീഡിക്കുന്നു എന്ന സങ്കല്പം. ഇതിനെ ആസ്പദമാക്കി വന്നിട്ടുള്ള ദീക്ഷാസമ്പ്രദായമാണ് വളരെ വിപുലമായി അറിയപ്പെടുന്നു. അതുകൊണ്ട് ചക്രഭേദത്തെ നന്നായി അറിഞ്ഞാലാണ് മന്ത്രമഹത്വം അറിയാൻ പറ്റുക. അതുകൊണ്ടാണ് ചക്രത്തെക്കുറിച്ചുകൂടെ പറഞ്ഞത്. ഇത് തന്നെ 2 തരത്തിലുള്ള ആലേഖന സമ്പ്രദായവുമുണ്ട്. ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും. അത് നമുക്ക് ഇപ്പൊ പഠിക്കണ്ട, പിന്നീട് സമയമുണ്ടെങ്കിൽ നോക്കാം. 2 ദിവസമേ ഉള്ളൂ എന്ന് തോന്നുന്നു, വൈകുന്നേരം അല്ലേ? ഈ ചോദ്യത്തിന് നമ്മളുടെ മുഴുവൻ സമയവും എടുത്താൽ കുഴപ്പമില്ലെങ്കിൽ തുടരാം. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ. ഒരാൾക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി ചിന്തിക്കാം. ഇത് പഠിക്കുന്നത് ഉചിതമാണ് എന്ന് മുഴുവൻ പേർക്കും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ ചോദ്യത്തിലൂടെ പോകാം. ഇല്ലെങ്കിൽ മന്ത്ര ഭാവം മാത്രം പറഞ്ഞ് ചോദ്യം വിടാം. എങ്ങനെയാ വേണ്ടേ? സീരിയസ് ആയിട്ട് തന്നെ ഈ ക്ലാസ്സും പോവാം. സീരിയസ് ആയിട്ട് പോവാം. സർവാധാരാ മഹീയസ്മാൻ മൂലാധാരതയാ സ്ഥിത തദഭാവേതു ദേഹസ്യ പാദസ്യാദുദ്ഗമോ വിവാ. മൂലാധാരത്തിൽ എല്ലാത്തിനും ആധാരഭൂതയായ ഭൂമി സ്ഥിതി ചെയ്യുന്നു. അതിന്റെ അഭാവമുണ്ടായാൽ ഈ ദേഹം പതിക്കുകയോ ഉയർന്നു പോവുകയോ ചെയ്യുന്നു. ഈ രീതിയിലാണ് കാണുന്നത്. ആ കുണ്ടലിനി ശക്തിരൂപിണിയായ ദേവി താൻ തന്നെ അവസ്ഥാനം ചെയ്യുന്നത്, സ്വയം അവസ്ഥാനം ചെയ്യുന്നത്, സ്വസ്ഥാനേ സ്ഥിതം, സ്വയം അധിഷ്ഠാനം ചെയ്യുന്നത് കൊണ്ട് സ്വ അധിഷ്ഠാനം. അവിടെ ഭഗവതി ഗ്രന്ഥിരൂപേണ അഗ്നിസ്ഥിതയായി സ്ഥിതി ചെയ്യുന്നു. അവിടെ രുദ്രഗ്രന്ഥിരയം ശക്തേ സ്വാധിഷ്ഠാനഗ്രസീമനി
സ്വാധിഷ്ഠാന ചക്രത്തിന്റെ അഗ്രഭാഗത്തിങ്കൽ കുണ്ടലിനി ശക്തിയുടെ രുദ്രഗ്രന്ഥി ഭവിക്കുന്നു. അതുകൊണ്ട് രുദ്രഗ്രന്ഥി ഭവിക്കുന്ന സ്വാധിഷ്ഠാനവും മണിപൂരത്തിൽ മണികളെ കൊണ്ട് നിറയ്ക്കുന്നു ദേവി. സമയാചാര തൽപരന്മാർക്ക് ഏറ്റവും ഹൃദ്യമായ രഹസ്യമുള്ള സ്ഥാനമാണ് മണിപൂരം. അതുകൊണ്ട് അവിടെ മണികളെ കൊണ്ട് നിറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യവുമുണ്ട്. ഭ്രൂമധ്യാന്തർഗതമായ ശ്രീചക്രത്തിൽ ഉൾപ്പെട്ട ശിവചക്ര ചതുഷ്ടയത്തെയും നല്ല പോലെ സ്മരിച്ച് സ്വാധിഷ്ഠാനത്തിൻ്റെ ഉപരിഭാഗത്ത് അഗ്നിമണ്ഡലത്തെയും ചിന്തിച്ച് അനാഹതോപരി സൂര്യമണ്ഡലത്തെയും ആജ്ഞാചക്രോപരി ചന്ദ്രമണ്ഡലത്തെയും ത്രികൂടങ്ങൾ അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, ഇതിനെ മൂന്നിനെയും ചിന്തിച്ചാണ് ഈ ചക്രഭേദത്തിലേക്ക് കടക്കുന്നത്. ഇങ്ങനെ അഗ്നിസൂര്യചന്ദ്രന്മാരുടെ 360 മയൂഖങ്ങൾ, 360 രശ്മികൾ സഞ്ചരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതാണ് ഒരു ജീവവർഷം. 360 എന്നുള്ളത് ഏകദേശ കണക്കാണ് ഒരു വൃത്തത്തിൻ്റെ. 5 വരുന്നത് വർഷാന്തരത്തിൽ കണക്ക് കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് ചന്ദ്രന്റെ കണക്കനുസരിച്ച് ഇതിനെ കണക്കാക്കുന്നത്, ഈ രാശിയെ കണക്കാക്കുന്നത് ഗോളാകൃതിയിലാണ്, ദീർഘവൃത്താകൃതിയിലല്ല. അപ്പോൾ ശ്രീചക്രാത്മകമായ സഹസ്രദളവർത്തിയായ ചന്ദ്രൻ ആജ്ഞാചക്രസ്ഥിത ചന്ദ്രനിൽ നിന്നും വ്യത്യസ്തനാണ്. ആജ്ഞാചക്രത്തിലെ ചന്ദ്രനും അതുപോലെ തന്നെ സഹസ്രദളവർത്തിയായ ശ്രീചക്രാത്മക ചന്ദ്രനും രണ്ടാണ്. ആജ്ഞാചക്രത്തിലുള്ള ആത്മതത്വത്തിൽ നിന്ന് ആകാശതത്വം ഉൽപ്പന്നമായി ആത്മശബ്ദത്തിനിവിടെ മനസ്സ് എന്നാണ് പറയുക. ചന്ദ്രനും അതുകൊണ്ട് മനസ്സ് എന്ന് പറയും. അതുകൊണ്ട് മനസ്സിന് എന്തു വിഭ്രമം ഉണ്ടാകുമ്പോഴും താന്ത്രിക സങ്കല്പത്തിൽ ചന്ദ്രനിലാണ് അതിൻ്റെ കാരണം. ആ ചക്രത്തിലെ ചന്ദ്രനിലാണ് അതിൻ്റെ കാരണം കണ്ടെത്തുന്നത്. അതിൻ്റെ പരിഹാരം കൊണ്ടത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. അനാഹത ചക്രം സംവിത് കമലമാണ്. സമയാചാരത്തിൽ അതുകൊണ്ട് ഉപാസകൻ പരമഹംസ മിഥുനത്തെ ഉപാസിക്കും. സമയാചാരത്തിൻ്റെ ഉപാസനയാണ് ശ്രീചക്ര ഉപാസനയിൽ ശ്രേഷ്ഠം. ശ്രീവിദ്യയെയും ആ രീതിയിൽ കാണുന്നതാണ് ഉചിതം. ശ്രീവിദ്യയെക്കുറിച്ചാണ് ചോദ്യം. സമയാചാരം, കൗളാചാരമെന്ന് ആചാരം 2. സമയാചാരത്തിന് പൂജാ സാമഗ്രികളും മറ്റൊന്നും വേണ്ട, എല്ലാം മാനസികം. കൗളാചാരത്തിന് പൂജിക്കുന്നവൻ, പൂജാ സാമഗ്രികൾ, പൂജയ്ക്കിരിക്കാനുള്ള സ്ഥലം എല്ലാം വേണം. എളുപ്പം കൗളാചാരമാണ്. മറ്റത് ഉത്തമന്മാർക്കുള്ളതാണ്. മനസ്സ് ആ നിലയിൽ വന്നവർക്ക് മാത്രമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ശുഭാഗമ പഞ്ചക പ്രകാരമുള്ളതാണ്. ശുകൻ, വസിഷ്ഠൻ,
സനകൻ, സനൽകുമാരൻ, സനന്ദൻ തുടങ്ങിയവരുടെ വഴിയിലുള്ളതാണ്. അത് ശുഭാഗമ പഞ്ചകമാണ്. വർണ്ണാശ്രമ ധർമ്മപ്രകാരം എല്ലാവർക്കും സമയാചാരം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബ്രാഹ്മണ്യത്തിന് കൗളാചാരം പറഞ്ഞിട്ടില്ല. കാരണം അത് ശുഭാഗമ പഞ്ചകത്തിൽ പെടുന്നില്ല. ഉത്തമമായത് സമയാചാരം തന്നെയാണ്. ഉത്തമന്മാർ പിന്തുടരേണ്ടതും അതാണ്. ഉത്തമന്മാരിൽ നിന്ന് മാത്രമേ അതിനുള്ള ഉപദേശവും ലഭിക്കൂ. ഇത്രയുള്ളതിൻ്റെ വ്യതിയാനം. ബാക്കി പിന്നെ യഥേഷ്ടം. അങ്ങനെ പറയല്ലേ എൻ്റെ മര്യാദ. സമയാചാരത്തിൽ അതുകൊണ്ട് ഉപാസകൻ പരമഹംസ മിഥുനത്തെയാണ് ഉപാസിക്കുക. എന്നാൽ അഗ്നിജ്വാലാരൂപനായ പരമശിവൻ അഗ്നിരൂപിണിയായ തന്റെ ശക്തി കൊണ്ട് സംവലിതനായി അനാഹതത്തിൽ ദീപാങ്കുരം പോലെ പ്രതിഭാസിക്കുന്നുണ്ട്. ഇത് ശങ്കരൻ പറയുന്നുണ്ട് തന്റെ പരമാചാര്യന്റെ പുസ്തകമായ സുഭഗോദയത്തിന്റെ ഭാഷ്യത്തിൽ. ശിഖിജ്വാലാരൂപ സമയ ഇഹ സൈവാത്ര സമയ തയോ സംഭേദോ മേ ദിശതു ഹൃദയാബ്ദൈക നിലയ. ഹൃദയകമലത്തിൽ അഗ്നിരൂപനായ പരമശിവൻ, അപ്രകാരം തന്നെ സമയാരൂപയായ പരമേശ്വരി രണ്ടും സ്ഥിതി ചെയ്യുന്നു. ഹൃദയകമലമാകുന്ന മുഖ്യാധിഷ്ഠാനത്തോടുകൂടി അവർ രണ്ടുപേരുടെയും സാമരസ്യ അനുഭവം എനിക്ക് തരേണമേ എന്ന് ശങ്കരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്വാധിഷ്ഠാനത്തിൽ നമ്മൾ കണ്ട അഗ്നി സംവർത്തകാഗ്നി എന്ന് ആരോപിക്കുന്നു. അത് ജ്വലിച്ചിട്ട്, ആ അഗ്നി ജ്വലിച്ചിട്ട് ശക്തി അതിൽ അവസ്ഥിതമാകുന്നതായി സങ്കല്പിക്കുന്നു. തുടർന്ന് ആ അഗ്നിയുടെയും അതുപോലെ തന്നെ ആ അഗ്നിയുടെ വീക്ഷണത്തിന്റെയും ശക്തി കൊണ്ട് ലോകങ്ങളില്ലാതാകുന്നു. ലോകങ്ങളില്ലാതാകുന്നത് കൊണ്ടാണ് അതിനെ സംവർത്തകാഗ്നി എന്ന് പറയുന്നത്. സാധകൻ തൻ്റെ ഉള്ളിലുണ്ടാകുന്ന ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് ലോകങ്ങളെ ദഹിപ്പിക്കുന്നതായി സങ്കല്പിച്ച് ദഹിപ്പിക്കുന്നു. ആ ദഹിക്കുന്ന ലോകങ്ങളെ വീണ്ടും ദേവി പ്രസന്നയായി മണിപൂരത്തിൽ ഉത്ഭവിച്ച കൃപാകടാക്ഷം കൊണ്ട് ഉജ്ജീവിപ്പിക്കുന്നു. ആഗമങ്ങൾ ഇതിന് പറയും മണിപൂരൈക വസതി പ്രാവൃഷേണ്യ സദാശിവ അംബുതാത്മതയാ ഭാവി സ്ഥിര സൗദാമിനി ശിവ. മണിപൂര ചക്രത്തിൽ സ്ഥിരവാസിയായ സദാശിവൻ വർഷകാല സംബന്ധിയായ മേഘത്തിന്റെ ഭാവത്തോടും സദാ ശിവപത്നിയായ ദേവി സ്ഥിര സൗദാമിനിയായും ശോഭിക്കുന്നു. അവിടെ സൂര്യന്റെ രശ്മി സമൂഹങ്ങൾ അഗ്നിയിൽ നിന്ന് വേറിട്ടവയായി ജലരൂപേണ മേഘത്വം പ്രാപിക്കുന്നതിനാൽ അഗ്നിയിൽ നിന്ന് ജലമുണ്ടാകുന്നു എന്ന സങ്കല്പം. അഗ്നേരാപഹ ഉപനിഷത്തുകൾ അങ്ങനെ ഉദ്ഘോഷിക്കുന്നു. സാഖ്യം മുതലായവയും അങ്ങനെ തന്നെ പറയുന്നു. ആകാശത് വായു വായോരഗ്നി അഗ്നേരാപഹ ആവയോഹോ പൃഥ്വി. ആ അഗ്നിയിൽ നിന്ന് ഭിന്നങ്ങളായ ജലരൂപേണ മേഘത്വം പ്രാപിക്കുന്നതിനാൽ മൂലാധാര സ്വാധിഷ്ഠാന മധ്യത്തിൽ
മണിപൂര നിവേശവും ശങ്കരൻ പറഞ്ഞിരിക്കുന്നു. അനോഹത ഉപരിസ്ഥിതമായിരിക്കുന്ന സൂര്യകിരണങ്ങൾ സ്വാധിഷ്ഠാനാഗ്നി കൊണ്ട് സംബലിതങ്ങളായി മണിപൂരത്തിൽ പ്രവേശിച്ച് ജലരൂപം പ്രാപിച്ച് ആ ജലം കൊണ്ട് സ്വാധിഷ്ഠാന അഗ്നിയാൽ ദഹിക്കപ്പെട്ട ലോകത്തെ നനച്ച് പ്ലാവനം ചെയ്ത് കൊണ്ടുവരുന്നു എന്ന് ആഗമത്തിൻ്റെ രഹസ്യം. ഇതാണ് സമയാചാരത്തിലെ ഏറ്റവും വലിയ രഹസ്യമായി പറയുന്നത്. ഇതിനെ ആസ്പദമാക്കിയാണ് ശ്രീചക്രത്തിനും പഞ്ചദശാക്ഷരി മന്ത്രത്തിനും തമ്മിലുള്ള ഐക്യം അനുസന്ധാനം ചെയ്യാൻ പറയുന്നത്. ഷോഡശാക്ഷരി ശ്രീവിദ്യ അതിലെ 16-ാമത്തെ അക്ഷരം മാറ്റിവെച്ചിട്ടാണ് ഉപദേശങ്ങൾ പോലും കൊടുക്കുന്നത്. 16-ാമത്തത് ഗുരുവുമായി ഐക്യരൂപം പ്രാപിക്കുമ്പോൾ കിട്ടുന്നതാണ്. 15 അക്ഷരങ്ങളുള്ള പഞ്ചദശാക്ഷരി മാത്രമാണ് ഉപദേശത്തിൽ ആദ്യം പെടുന്നത്. ഇതിന് കാരണം മൂലാധാര സ്വാധിഷ്ഠാന ചക്രങ്ങൾ തമിശ്ര ലോകങ്ങളാണ്. അവിടെ ആരാധന കൗളികൾ മാത്രമാണ് ചെയ്യുന്നത്. സമയാചാരത്തിൽ അവിടെ ആരാധനയില്ല. ഇത് നമ്മൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. രാവണൻ, കുംഭകർണൻ മുതലായവരൊക്കെയാണ് അവിടെ ഉപാസിക്കുന്നത്. കൗളികൾ കങ്കേമമായ ഉപാസനയെ കാണുന്നുണ്ട്. അതിൽ ആഗമരഹസ്യമറിഞ്ഞവർ ഉപാസിക്കാറില്ല. എന്നാൽ രാവണനെ പോലുള്ളവർ ഉപാസിച്ച് ഒരുപാട് ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് രാവണന്റെ ജ്ഞാനമെന്നൊക്കെ വയ്പുണ്ട്. അത് ആലോചനാമസൃണമാണ്. അപ്പോ ഈ താദാത്മ്യ ത്രയം വെച്ച് ചക്രങ്ങളുടെ ഐക്യം വരുമ്പോൾ ആഗമ രഹസ്യം അറിയുന്നവർ ശ്രീചക്രത്തിനും പഞ്ചദശാക്ഷരത്തിനും തമ്മിൽ ഐക്യം അനുസന്ധാനം ചെയ്യണം. അതുകൊണ്ട് നാദാതീത തത്വം ത്രിപുരസുന്ദരിയാദി ശബ്ദാധേയങ്ങളായി ദർശ, ദൃഷ്ട, ദർശത എന്ന് തുടങ്ങിയ അപരപര്യായങ്ങളിൽ ആണ് പറയുക. അങ്ങനെയാണ് ഈ 15 മന്ത്രാക്ഷരങ്ങൾ വരുന്നത്. അത് കാമ ക്ഷിതി എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിലുണ്ട്. 32-ാമത്തെ ശ്ലോകമാണെന്ന്. 32ആണോ? ഏ 32ആണ്. അതാണ് പഞ്ചദശാക്ഷരി മന്ത്രവർണ്ണനം വരുന്ന ശ്ലോകം. അതിൽ അക്ഷരങ്ങൾ ക, എ, ഇ, ല, ഹ്രീം, ഹസക, ഹല, ഹ്രീം, സകല, ഹ്രീം, ഇങ്ങനെ 15 മന്ത്രവർണ്ണങ്ങളാണ്. ഇതാണ് പഞ്ചദശാക്ഷരി എന്ന് പറയുന്നത്. 360 എന്ന സംഖ്യ കൊണ്ട് കണക്കാക്കുന്ന മഹാകാലസ്വരൂപങ്ങളായിരിക്കുന്ന 15 കലകൾക്കും അതീതകളാണ് ഇത്. അതിൽ സാദാഖ്യ അതിനെ ശ്രീവിദ്യ എന്ന അപരപര്യായത്തോടു കൂടി പറയും. അതാണ് ഭഗവതി. ഇപ്രകാരമുള്ള ഭഗവതിയുടെ തത്വമാണ് നാദ, ബിന്ദു,
കലാതീതമായിട്ടുള്ളത്. അതാണ് തന്ത്രയോഗികൾ ഉപാസിക്കുന്നത്. അതുകൊണ്ട് ഐക്യാനുസന്ധാനം, ശ്രീചക്രത്തിനും മന്ത്രത്തിനും തമ്മിലുള്ള ഐക്യാനുസന്ധാനം, ആ ഐക്യാനുസന്ധാനം കൊണ്ടാണ് സാധാഖ്യ കലയിൽ, അതായത് ശ്രീവിദ്യയിൽ സാധകൻ ലീനനായി ഭവിക്കുന്നത്. അത് മന്ത്രമെന്ന നിലയിൽ ലഭിക്കുന്നതിന് ഗുരു കടാക്ഷവും ഗുരുലാഭവും ഒക്കെ വേണം. അതിന് വളരെ ശ്രദ്ധിച്ചു വേണം നീങ്ങാനും. ഗുരുവിൻ്റെ മഹിമാവ് കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഇത് കിട്ടില്ല. തന്ത്രാരാധനയിൽ ഗുരുവെന്ന് പറയുമ്പോൾ വളരെ വിപുലമായ സംജ്ഞയാണ് അതിനുള്ളത്. ഗുരുവിന് മുകളിൽ മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കാൻ കഴിയണം. ഈ കാലഘട്ടത്തിൽ അത് എളുപ്പമായിരിക്കുമോ? എളുപ്പമായിരിക്കുമോ? അങ്ങനെ പറഞ്ഞാൽ അതൊരു കുടുക്ക് പറച്ചില്ല. ജനറലി സുസാധ്യമല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. കാരണം ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ട് മഹാവേദ മഹിമാവിലാണ് കുണ്ടലിനി കിളക്കം തട്ടുന്നത്. അതുവരെ അതുണ്ടാവില്ല. അതുകൊണ്ട് മഹാവേദ മഹിമാവും അത് ഗുരു അനുഗ്രഹം, ഗുരു കടാക്ഷം കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അപ്പോഴാണ് ആ കുണ്ടലിനി ശക്തിരൂപിണിയായ ഭഗവതി സ്വാധിഷ്ഠാന മണിപൂരങ്ങളാകുന്ന തലങ്ങളിൽ മൂലാധാര സ്വാധിഷ്ഠാനങ്ങളെ ഭേദിച്ച് മണിപൂരത്തിൽ പ്രത്യക്ഷയാകുന്നു. അപ്പൊ കാണാം ദേവിയെ. കാണാമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുക? പ്രത്യക്ഷത്തിൽ കാണും. അതിന് ശിഷ്യൻ പൂർണ്ണമായും ഗുരുവേക തന്ത്രനായി, ഗുരുവല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പൂർണ്ണമായി ഉറച്ച് സമീപിക്കേണ്ടി വരും. അതൊരല്പം പണിയാണ്. കറക്റ്റ്. ഞാൻ വളർത്തുന്നൊന്നുമല്ല, ബാലാജി എന്നെ നോക്കണ്ട. കാരണം എറണാകുളത്ത് നിന്ന് കൂടെ പോകുന്നതുമല്ല. അങ്ങനൊരു സംശയം അല്ലേ? കൂടെ കൊണ്ടു കിടക്കുന്നതാണോ? സഞ്ചിക്കകത്ത് നല്ല കേട്ടത്. മഹാവേദമനുസരിച്ച് നല്ല ജിജ്ഞാസ വന്നാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അഭ്യാസകാലത്ത് ഗുരുവല്ലാതെ വേറൊന്നില്ല. ഇത്ര ഉറയ്ക്കണം.
ഗുരുരേഖ ശരണനായിരിക്കുന്ന ശിഷ്യൻ. ഇതിന് കാരണം ഗുരുവിന്റെ അധീനത്തിലാണ് മഹാവിദ്യ ഇരിക്കുന്നത്. ഷോഡശാക്ഷരി ഗുരുവിന്റെ സ്വാധീനത്തിലാണ് ഇരിക്കുന്നത്.